ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ റിമാൻഡിലുള്ള MS സൊല്യൂഷൻസിലെ അധ്യാപകരെ കസ്റ്റഡിയിൽ വിട്ടു. ജിഷ്ണു, ഫഹദ് എന്നിവരെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടത്. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 കേസ് പരിഗണിച്ചത്. ഇപ്പോൾ ഈ MS സൊല്യൂഷൻസിനെതിരെയുള്ള കേസ് അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അധ്യാപകരായ 2 പേർ അതിനകത്ത് പിടിയിലായിരുന്നു. ഈ പിടിയിലായ അധ്യാപകരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ജിഷ്ണു, ഫഹദ് എന്നിവരെയാണ് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 കേസ് പരിഗണിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനൽക്ക സേവ് ചേരുന്നുണ്ട്. അനൽക്ക, എന്താണ് വിശദാംശങ്ങൾ? ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ടുള്ള ഈ MS സൊല്യൂഷൻ 2 അധ്യാപകരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1 ഇത്തരത്തിൽ വിധി ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഈ അധ്യാപകർ വ്യക്തമാക്കിയിട്ടുള്ളത് MS സൊല്യൂഷൻ ഉടമ ഷുഹൈബ് തയ്യാറാക്കിയ ചോദ്യപേപ്പർ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നാണ് പ്രതികൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്കാണ്, കൂടുതൽ ചോദ്യം ചെയ്യാൻ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന്റെ അറസ്റ്റ് ഈ അപേക്ഷയ്ക്ക് തീർപ്പ് കൽപ്പിക്കും വരെ ഈ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഉടമ MS ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അപേക്ഷ പരിഗണിക്കുന്നത് വരെ ഈ അറസ്റ്റ് പാടില്ല എന്നൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പങ്കുവെക്കുന്നത് കോഴിക്കോട് നിന്നും. എന്തായാലും ഇപ്പോൾ 2 പേരെ കസ്റ്റഡിയിൽ, അധ്യാപകരായ 2 പേരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് അനൽക്കയാണ്.